പുസ്തകപ്പുര നമ്മുടെ BRCയുടെ നേതൃത്വത്തിൽ നമ്മുടെ BRCയുടെ കീഴിൽ ഉള്ള നമ്മുടെ ഇത്തരം കുട്ടികളെ ഭിന്നശേഷി കുട്ടികളിൽ നമ്മളെ ഹോം ബേസ്ഡായ കുട്ടികളെ കണ്ടെത്തി അവരുടെ വായന പരിപോഷിപ്പിക്കുന്നതിനും അതിന് ആവശ്യമായ ഇടപെടൽ തന്നെ. കാരണം വായനയോടൊപ്പം തന്നെ അവരുടെ അറിവ് സമ്പത്തിനും അവരുടെ കൂടുതൽ സമയം ഇതിനുവേണ്ടി വായനയിലേക്ക് നയിക്കാനും വേണ്ടി BRCയും അതുപോലെ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് കേരളത്തിലാകമാനം ഇത്തരം കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പുസ്തകപ്പുര എന്ന് പറഞ്ഞൊരു സംവിധാനം ആരംഭിക്കുന്നുണ്ട്. അതാത് വിദ്യാലയങ്ങൾ നമ്മുടെ കുട്ടി വർക്ക് ചെയ്യുന്ന വിദ്യാലയങ്ങളിലും BRCയും കൂടി സഹായത്തോടെ ആ സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന വിലപ്പെട്ട നമ്മുടെ പുസ്തകങ്ങളെ ശേഖരിച്ചുകൊണ്ട് ഒരു പുസ്തകപ്പുര നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, നമ്മൾ ഈ പാഠശാലയിൽ ഇനി 2 കുട്ടികളും കൂടി ആകുമ്പോൾ പൂർണ്ണമായി ഇത്തരം ഹോം ബേസ്ഡ് കുട്ടികളെ വായിക്കാൻ കഴിയുന്ന ഇത്തരം അക്ഷരങ്ങളുമായി താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം തന്നെ പുസ്തകപ്പുര നമ്മൾ സമ്പൂർണ്ണമാകുന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഈ അവസരത്തിൽ നമ്മുടെ ഈ ഒരു സംരംഭം ഇതിൻ്റെ അധ്യക്ഷയായിരിക്കുന്നത് നമ്മൾ ശർവാന്ത് ടീച്ചറാണ്. അപ്പോൾ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ യോഗത്തിലേക്ക്, ഈ ചെറിയൊരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ AI ആണ്. AI സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളോടൊപ്പം നിന്ന് സഹായിക്കുകയും ചെയ്യുന്ന പ്രിയങ്കരിയായ AI ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി ഷൈൻ സാറ്, അതോടൊപ്പം തന്നെ നമ്മുടെ രമേശ് സാർ ഉൾപ്പെടെയുള്ള നമ്മുടെ വിദ്യാലയത്തിലെ നമ്മുടെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രഥമാധ്യാപകരും അവിടുത്തെ മുഴുവൻ അധ്യാപകരും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ BRCയുടെ സഹപ്രവർത്തകർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവീണാണ് നമ്മുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട താരം. അപ്പോൾ മോന് വേണ്ടിയാണ് നമ്മളിതെല്ലാം ഒരുക്കുന്നത്. അവനെ ഏറെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങളെ ഇവിടെ വന്ന മുഴുവൻ പേരെ ഒറ്റവാക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ പുസ്തകപ്പുര ഉദ്ഘാടനത്തിനായി വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. നമ്മുടെ പുസ്തകപ്പുര എന്ന് പറയുന്നത് നമ്മുടെ BRCയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി, വായിക്കാൻ തൽപരരായ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത്തരം പദ്ധതികളാണ് അവരെയും കൂടെ പൊതുസമൂഹത്തിലേക്ക്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കൂടെ നമ്മുടെ സമൂഹത്തിലേക്ക്, പൊതുസമൂഹത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രോജക്റ്റുകൾ നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാവുകയില്ല തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രബിൻ മോന് വേണ്ടി ഇന്ന് BRCയുടെ സഹായത്തോടെയോ സ്കൂളിൻ്റെ സഹായത്തോടെയൊക്കെ ഒത്തിരി പുസ്തകങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മോൻ ഇതെല്ലാം വായിക്കുക. അതോടൊപ്പം നമുക്ക് ഇനിയും പുസ്തകങ്ങൾ അവൈലബിൾ ആക്കാം. ഞാനും പുസ്തകങ്ങൾ പറ്റുവാണെങ്കിലൊക്കെ കുറച്ച് വാങ്ങിത്തരാം. അപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ന് പ്രബിൻ്റെ ഈ ഗ്രന്ഥപ്പുര ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് മോനെ ഇവിടെ അപ്പോൾ ഏറ്റവും അങ്ങനെ കിട്ടും. നോക്ക് നീ കൊടുക്കും. ഇപ്പൊ കിട്ടോ? ബേക്കറിങ്ങി അപ്പോട് നീക്കുന്നു. അതുകൂടി കിട്ടും. ആദ്യം കൂടി ഓക്കെ കിട്ടൂല്ലേ? കിട്ടൂല്ലേ? ശരി. ഞാൻ 2 പുസ്തകങ്ങളുണ്ട്. രണ്ട് അത് കൈയടിക്കണേ, എന്തോന്നില്ല ഇത് വലിയ പരിപാടി അടക്കപ്പോൾ കൈയടിക്കാൻ ആളെ കൊണ്ട് രമേശ് പറഞ്ഞ് കൈയടിക്കാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്.
ഓക്കെ മതിയോ അവനെ ഓക്കെ അല്ലേ ശരി എല്ലാവരും കൊടുത്തിട്ടൊന്ന് വെളിയിലോട്ട് ിരിപ്പുണ്ട് സാർ എടുത്തോളൂ. ഈ വാതിൽ ഇനി തുറന്നാൽ അവിടെ കാറ്റ് കിട്ടും. ഫോട്ടോ കിട്ടൂലെങ്കിലും കാറ്റ് കിട്ടും. അവൾക്ക് ഫോട്ടോ കിട്ടണം. നമ്മൾ നോക്കുകയാണ് അവളെ ഫോട്ടോ കിട്ടിയില്ലെന്നോ ഫോട്ടോ വന്നിരുന്നു. ഒരു പുസ്തകം ടീച്ചറെ വേണ്ട ഇത്തിരി വേണ്ട വേണ്ടേ